നമസ്കാരം. ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമകാലിക ഇന്ത്യയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റായ പ്രവണതയ്ക്കെതിരെ താക്കീത് നൽകിക്കൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു വിധിയെക്കുറിച്ചാണ്. പൊതുരംഗത്തുള്ളവർ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നത് ഒഴിവാക്കണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ഒരു ബഹു മതസാംസ്കാരിക സമൂഹത്തിൽ വിവിധ ജനവിഭാഗങ്ങൾ ഒന്നിച്ചു കഴിയുന്ന ഒരു സമൂഹത്തിൽ അവരുടെ വാക്കുകൾക്ക് തെറ്റായ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് അവർ ഓർക്കണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. നമ്മുടെ സമൂഹം മതേതരത്വത്തിൽ ആണ് അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നാനാത്വത്തിൽ ഏകത്വം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു സമൂഹമാണ്. വിവിധ സമൂഹങ്ങൾക്കിടയിൽ സാഹോദര്യം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടന ലക്ഷ്യമാക്കുന്നത്. അത്തരമൊരു സമൂഹത്തിൽ വിവിധ വിഭാഗങ്ങൾ തമ്മിൽ വെറുപ്പ് അകറ്റുന്ന, വിഭജനമുണ്ടാക്കുന്ന, ശത്രുത വളർത്തുന്ന സമീപനം പൊതുരംഗത്തുള്ളവർ എടുക്കാൻ പാടുള്ളതല്ല. വെറും വിദ്വേഷ പ്രസംഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ധാർമ്മിക ശരീരത്തെ പരിക്കേൽപ്പിക്കുകയും സാഹോദര്യത്തെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യാനാണ് പോകുന്നത്. അത്തരം സമീപനം എടുക്കുന്നതിൽ നിന്ന് പൊതുരംഗത്തുള്ളവർ, അതായത് സമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന പദവികളിൽ ഇരിക്കുന്നവർ ഒരിക്കലും തുടരാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെടുന്നത്. പൊതുപ്രവർത്തകനായ അശ്വിനി ഉപാധ്യായ സമർപ്പിച്ച ഒരു പൊതു താൽപര്യ ഹർജിയിലാണ് സുപ്രീം കോടതി ഈ വിധി പുറപ്പെടുവിച്ചത്. എങ്കിലും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടതുപോലെ വിദ്വേഷ പ്രസംഗങ്ങളെ ഒരു പ്രത്യേക കുറ്റകൃത്യമാക്കി പ്രത്യേകമായ നിയമനിർമ്മാണം നടത്താൻ നിർദ്ദേശിക്കുന്നതിൽ നിന്നും സുപ്രീം കോടതി വിസമ്മതം പ്രകടിപ്പിച്ചു. സമൂഹത്തിൽ ഭിന്നിപ്പും കലാപവും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ കുറ്റകൃത്യങ്ങളാണ്. ഇത്തരം പ്രവണതകളെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങളുടെ അഭാവമല്ല ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ആളുകളെ നയിക്കുന്നത്. ഇനിയും വേണമെങ്കിൽ നിയമനിർമ്മാണ സഭയ്ക്ക് പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. എത്ര തന്നെ നിയമങ്ങൾ ഉണ്ടാക്കിയാലും ഈ മൂല്യങ്ങൾ, നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന യോജിപ്പിന്റെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങൾ ജനങ്ങൾ സ്വായത്തമാക്കാതെ, ഉയർത്തിപ്പിടിക്കാൻ തയ്യാറാവാതെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല. ജസ്റ്റിസ് വിക്രംനാഥും ജസ്റ്റിസ് സന്ദീപ് മേത്തയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. വിവിധ മതസമൂഹങ്ങൾ ഒന്നിച്ചു കഴിയുന്ന സമൂഹത്തിന് മുന്നോട്ടു പോകാനാവില്ലെന്ന കൊളോണിയൽ കാലത്തെയും അതുപോലെ ഇന്തോ പാക് വിഭജന കാലത്തെയും കാഴ്ചപ്പാടുകളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഒരു ബഹുമത സാംസ്കാരിക സമൂഹമായി ഉയർന്നു വന്നത്. വിവിധ സമൂഹങ്ങൾക്കിടയിൽ സാഹോദര്യമാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടതെന്ന് നമ്മളുടെ ഭരണഘടന ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഒരു മതവും മറ്റു മതത്തെക്കാൾ ശ്രേഷ്ഠമോ അല്ലെങ്കിൽ ശ്രേഷ്ഠമല്ലാത്തതോ അല്ല. അത്തരം മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ എല്ലാ സമൂഹങ്ങളും, പ്രത്യേകിച്ച് സമൂഹത്തിൽ സ്വാധീനമുള്ള ആളുകൾ തയ്യാറാവണം. വിദ്വേഷ പ്രസംഗങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ധാർമ്മിക ശരീരത്തിന് ഏൽപ്പിക്കുന്ന പരിക്കുകളാണ്. അത് നമ്മുടെ ലക്ഷ്യമായിട്ടുള്ള സാഹോദര്യത്തെ തകർക്കുകയാണ്. സമൂഹത്തിൽ ഭിന്നിപ്പും കലാപവും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും പൊതുരംഗത്തുള്ളവർ പിൻവാങ്ങണമെന്ന് സുപ്രീം കോടതി അവരെ ആഹ്വാനം ചെയ്തു. നന്ദി, നമസ്കാരം.